ബിജെപിക്കെതിരെ അതൃപ്തി പരസ്യപ്പെടുത്തി ലോക്സഭാ സ്പീക്കർ സുമിത്ര മഹാജൻ. തെരഞ്ഞെടുപ്പിൽ ഇനി മത്സരിക്കില്ലെന്ന് സുമിത്ര പ്രഖ്യാപിച്ചു. ബിജെപി സ്ഥാപക നേതാക്കളായ മുരളി മനോഹർ ജോഷിയും എൽ.കെ. അദ്വാനിയും നേതൃത്വത്തെ വിമർശിച്ചതിന് പിന്നാലെയാണ് സുമിത്ര മഹാജനും പാർട്ടിക്കെതിരെ രംഗത്തെത്തിയത്. മുരളി മനോഹർ ജോഷി കോൺഗ്രസ് ടിക്കറ്റിൽ വാരണാസിയിൽ മത്സരിക്കുമെന്നാണ് സൂചന. പ്രതിപക്ഷത്തിന്റെ സംയുക്ത സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാനും നീക്കമുണ്ട്. നരേന്ദ്രമോദി ഏകാധിപത്യത്തിൽ ലോക്സഭാ സീറ്റ് പോലും നിഷേധിക്കപ്പെട്ട ബിജെപി സ്ഥാപക നേതാവായ മുരളി മനോഹർ ജോഷി കോൺഗ്രസിലേക്കെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. കോൺഗ്രസ് നേതാക്കൾ പലതവണ മുരളി മനോഹർ ജോഷിയുമായി ചർച്ച നടത്തി. 2014 വരെ അദ്ദേഹം പ്രതിനിധീകരിച്ചിരുന്ന വാരണാസി ലോക്സഭാ മണ്ഡലം വാഗ്ദാനം ചെയ്തു. സമാജ്വാദി നേതാവ് അഖിലേഷ് യാദവും മുരളി മനോഹർ ജോഷിയുമായി സംസാരിച്ചു. വാരണാസിയിൽ പ്രതിപക്ഷത്തിന്റെ സംയുക്ത സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാമെന്നും അറിയിച്ചിട്ടുണ്ട്. മോദി എത്തിയതിനെ തുടർന്ന് വാരണാസിയിൽ നിന്നും പുറത്താക്കപ്പെട്ട മുരളി മനോഹർ ജോഷിക്ക് 2019 മത്സരിക്കാൻ മണ്ഡലം പോലും ബിജെപി നൽകിയില്ല. ഇത് അറിയിക്കാനെത്തിയ ദൂതനോട് മുരളി മനോഹർ ജോഷി പൊട്ടിത്തെറിച്ചിരുന്നു. 5 വർഷത്തിനു ശേഷം ബ്ലോഗ് എഴുതിയ ബിജെപി നേതാവ് എൽ.കെ. അദ്വാനിയും പാർട്ടി നേതൃത്വത്തെ വിമർശിച്ചിരുന്നു. അദ്വാനിയുടെ ബ്ലോഗിനെ പിന്തുണച്ചുകൊണ്ട് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി എത്തിയതും രാഷ്ട്രീയ നീക്കത്തിന്റെ സൂചന നൽകുന്നു. ഇതിനു പിന്നാലെയാണ് ലോക്സഭാ സ്പീക്കർ സുമിത്ര മഹാജൻ പാർട്ടി നേതൃത്വത്തിനെതിരെ രംഗത്തെത്തിയത്. 8 തവണയായി സുമിത്ര പ്രതിനിധീകരിക്കുന്ന മധ്യപ്രദേശിലെ ഇൻഡോർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി നിർണയം വൈകുന്നതിൽ സുമിത്ര പൊട്ടിത്തെറിച്ചു. ഇനി മത്സരിക്കില്ലെന്ന് പ്രഖ്യാപിച്ച സുമിത്ര ഇൻഡോറിൽ പകരം സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ അമിത്ഷയ്ക്ക് എഴുതിയ കത്തിൽ ആവശ്യപ്പെട്ടു. പാർട്ടി സംഘടനാ സംവിധാനത്തിന്റെ ഭാഗമായാണ് കത്തെഴുതിയതെന്ന് ലോക്സഭാ സ്പീക്കർ പിന്നീട് അറിയിച്ചു. अडिग रहेंगी या फिर पार्टी बात करेगी तो फर्क नहीं पड़ता है। ताई पार्टी के लिए है। पहले भी मैंने कहा था मैं पार्टी की कार्यकर्ता हूँ, लेकिन तो मैं अभी तक वही बातें कर। ബിജെപി എംപിയും മോദി വിമർശകനുമായ ശത്രുഘ്ൻ സിൻഹ അടുത്ത ദിവസം കോൺഗ്രസിൽ ചേരും. കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദിനെതിരെ ബീഹാറിലെ പട്ന സാഹിബിൽ മത്സരിക്കും. ഭാര്യ പൂനം സിൻഹ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിനെതിരെ ലക്നൌവിൽ മത്സരിക്കും. അതേസമയം അദ്വാനിയും മുരളി മനോഹർ ജോഷിയും അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ സജീവം. അദ്വാനിയുമായി ബന്ധം പുലർത്തുന്ന വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് മധ്യസ്ഥ ചർച്ച നടത്തിയേക്കും. RSS തലവൻ മോഹൻ ഭഗതും മുതിർന്ന നേതാക്കളെ അവഗണിച്ച മോദി നിലപാടിനെതിരാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ RSS സജീവമല്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. M.K. രാഘവൻ 5 കോടി രൂപ കോഴ ആവശ്യപ്പെട്ടത് നഗ്നമായ തെരഞ്ഞെടുപ്പ് അഴിമതിയെന്ന് P. മോഹനൻ മാസ്റ്റർ. രാഘവന്റെ കരച്ചിൽ തിരക്കഥ പ്രകാരം നടപ്പിലാക്കിയത്. വാർത്തയ്ക്ക് പിന്നിൽ CPIM ആണെന്ന ആരോപണം ബാലിശമെന്നും P. മോഹനൻ അറിയിച്ചു. അതേസമയം രാഘവന്റെ കോഴയെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഒഴിഞ്ഞുമാറി. കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി M.K. രാഘവൻ കോഴ വിവാദത്തിൽ കുടുങ്ങിയതിനു പിന്നിൽ CPIM ആണെന്ന രാഘവന്റെയും കോൺഗ്രസ് നേതാക്കളുടെയും ആരോപണത്തിനെതിരെയാണ് ശക്തമായ പ്രതികരണവുമായി CPIM ജില്ലാ നേതൃത്വം രംഗത്തെത്തിയിരിക്കുന്നത്. ഈ ആരോപണം തെളിയിക്കാൻ M.K. രാഘവനെ CPIM ജില്ലാ സെക്രട്ടറി P. മോഹനൻ വെല്ലുവിളിച്ചു. നടന്നത് നഗ്നമായ അഴിമതിയാണ്. കോഴ ആരോപണത്തിന് മറുപടി പറയാതെ രാഘവൻ കരച്ചിൽ നാടകം നടത്തുകയാണ്. രാഘവന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകണമെന്നും P. മോഹനൻ ആവശ്യപ്പെട്ടു. തികച്ചും ബാലിശമായ ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. ഈ ആരോപണം തെളിയിക്കാൻ ശ്രീ M.K. രാഘവനെ ഞങ്ങൾ CPIMന്റെ ജില്ലാ നേതൃത്വം വെല്ലുവിളിക്കുകയാണ്. ആ ആരോപണം തെളിയിക്കാൻ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട്. ഉത്തരവാദപ്പെട്ട ഒരു ജനപ്രതിനിധി ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് സമൂഹത്തിൽ ഇത് വെളിവാക്കപ്പെട്ടതോടെ സ്വയം അപഹാസ്യനായതിനെ തുടർന്ന് ഉണ്ടായ ഗതികേട് കൊണ്ട് മാത്രമാണ് എന്ന് പറയേണ്ടി വരും. M.K. രാഘവനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയതായും P. മോഹനൻ അറിയിച്ചു. അതേസമയം രാഘവൻ കോഴ ആവശ്യപ്പെട്ട വാർത്തയെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഒഴിഞ്ഞുമാറി. ചോദ്യങ്ങൾ ഉന്നയിച്ച മാധ്യമപ്രവർത്തകരോട് ചെന്നിത്തല ക്ഷുഭിതനായി. എനിക്കിതേ സംബന്ധിച്ച് പറയാനുള്ളതൊക്കെ ഞാൻ മുഖത്ത് വെച്ചും പറഞ്ഞു, ഇവിടെ വെച്ചും പറഞ്ഞു. ഇനി എനിക്കിതേപ്പറ്റി ഒന്നും പറയാനില്ല. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. M.K. രാഘവൻ 5 കോടി രൂപ കോഴ ആവശ്യപ്പെട്ട സംഭവത്തിൽ കളക്ടർ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രാഥമിക റിപ്പോർട്ട് നൽകും. ഒളിക്യാമറ ദൃശ്യങ്ങളുടെ ആധികാരികത ഉറപ്പാക്കണമെങ്കിൽ ശാസ്ത്രീയ പരിശോധന വേണ്ടിവരുമെന്ന് കളക്ടർ റിപ്പോർട്ടിൽ പറയുന്നതായാണ് സൂചന. ഹോട്ടൽ തുടങ്ങുന്നതിനായി ഭൂമി ലഭ്യമാകാൻ സഹായം ആവശ്യപ്പെട്ട് MP-യെ സമീപിച്ചവരോട് 5 കോടി കോഴയായി ആവശ്യപ്പെട്ടുവെന്നാണ് M.K. രാഘവനെതിരായ വാർത്ത.
വാർത്ത പുറത്തായതിനു പിന്നാലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെടുകയായിരുന്നു. ബിജെപിക്കെതിരായ വോട്ടുകൾ എങ്ങനെ ഛിന്ന ഭിന്നമാക്കണമെന്നതാണ് കോൺഗ്രസിന്റെ ചിന്തയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബിജെപിക്ക് സ്ഥാനാർത്ഥിയില്ലാത്ത വയനാട്ടിൽ മത്സരിക്കുന്നതിലൂടെ രാഹുൽ രാജ്യത്തിന് നൽകുന്നത് തെറ്റായ സന്ദേശമാണ്. ദില്ലിയിലും യുപിയിലും കോൺഗ്രസ് കൈക്കൊണ്ട സമീപനം ബിജെപിയെ സഹായിക്കുന്നതാണ്. ബിജെപി തകർണമെന്നതിന് ഉതകുന്ന നിലപാടാണോ കോൺഗ്രസ് കൈക്കൊള്ളുന്നതെന്ന് പരിശോധിക്കണമെന്ന് മുഖ്യമന്ത്രി പത്തനംതിട്ടയിൽ പറഞ്ഞു. രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കാൻ വന്നു. ഇവിടെ മത്സരിക്കുന്നത് ഇടതുപക്ഷത്തോട് മത്സരിക്കാൻ വന്ന രാഹുൽ ഗാന്ധി പരസ്യമായി പറയാണ്, ഇടതുപക്ഷത്തെ കുറിച്ച് ഒരു അക്ഷരം എതിരായിട്ട് പറയില്ല. നിങ്ങൾ മത്സരിക്കാൻ വന്നത് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ പറ്റുമോ നോക്കാനാണല്ലോ. ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ നോക്കുമ്പോ അത്തരമൊരു തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മത്സരിക്കുമ്പോ രാജ്യത്ത് നൽകുന്ന സന്ദേശം എന്താ? ഇടതുപക്ഷം പരാജയപ്പെടുത്തേണ്ടതാണ്. വാക്കും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തമില്ലാത്ത പാപ്പരായ നേതാവാണ് രാഹുൽ ഗാന്ധിയെന്ന് സിപിഐഎം പൊളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻപിള്ള. രാഹുൽ ഗാന്ധിയും രമേശ് ചെന്നിത്തലയും തമ്മിൽ തർക്കം തുടങ്ങിയെന്നും തർക്കം ഇനി മൂർച്ഛിക്കുമെന്നും SRP പറഞ്ഞു. സിപിഎമ്മിനെതിരെ ഒന്നും പറയാനില്ലെന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിന് വിരുദ്ധമായി നിലപാട് സ്വീകരിച്ച ചെന്നിത്തലയുടെ നടപടിയോട് പ്രതികരിക്കുകയായിരുന്നു SRP. അതായത് ചെന്നിത്തലയും രാഹുലും തമ്മിൽ തർക്കം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ശക്തിപ്പെടും, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഈ കേരളത്തിലെ പല കോൺഗ്രസ് നേതാക്കന്മാർക്കും രാഹുൽ വന്നതിൽ വലിയ തർക്കമുണ്ട്. രാഹുൽ വരാനിടവന്നത് തന്നെ തർക്കത്തെ തുടർന്നാണ്. ആ തർക്കം ഇനിയും മൂർച്ഛിക്കും. മുസ്ലിം വർഗീയ സംഘടനകളോട് അനുഭാവ സമീപനമുള്ള ലീഗ് വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണെന്ന് സിപിഐഎം പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. എന്നാൽ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പ്രസ്താവന കൂടുതൽ അപകടകരമായ വർഗീയതയാണ് ഉണ്ടാക്കുന്നത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതുകൊണ്ട് കോൺഗ്രസിന്റെ വർഗീയ വിരുദ്ധ നിലപാടുകളെ ദുർബലപ്പെടുത്തുമെന്നും MA ബേബി മലപ്പുറത്ത് പറഞ്ഞു. പോപ്പുലർ ഫ്രണ്ടും SDPയും മറ്റും നടത്തുന്ന ഇത്തരത്തിലുള്ള വർഗീയ പ്രവർത്തനങ്ങളോട് ഒരു അനുഭാവപൂർണമായ സമീപനം പിന്തുടരുന്നു എന്ന അർത്ഥത്തിൽ ലീഗ് വളരെ വിമർശിക്കപ്പെടേണ്ട തരത്തിലുള്ള തെറ്റായ ഒരു രാഷ്ട്രീയ പാതയാണ് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ആദിത്യനാഥിന്റെ വിമർശനം എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ കൂടുതൽ തീവ്രമായി വർഗീയ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കാനുള്ള സംഘപരിവാറിന്റെ ഒരു ഗൂഢ പദ്ധതി, അതിന്റെ ഭാഗമായിട്ട് വേണം കാണാൻ. ക്യാൻസർ ജലദോഷത്തെ കുറ്റം പറയുന്നത് പോലെയാണ് ആദിത്യനാഥ് മുസ്ലിം ലീഗിന്റെ വർഗീയതയെ കുറ്റം പറയുന്നത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കാൻ തീരുമാനിച്ചത് പല തലങ്ങളിൽ കോൺഗ്രസിന്റെ വർഗീയ വിരുദ്ധ നിലപാടിനെ ദുർബലപ്പെടുത്തും എന്നത് CPIM വളരെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ്. പ്രളയവുമായി ബന്ധപ്പെട്ട് അമിക്കസ് ക്യൂറി രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് M.M. മണി റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് നൽകിയത് ഇതിന്റെ തെളിവാണ്. UPA സർക്കാരിന്റെ ആളായിരുന്നു അമിക്കസ് ക്യൂറി എന്നും മന്ത്രി M.M. മണി പറഞ്ഞു. സുപ്രീം കോടതി ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി ഒരു വക്കീല്, അദ്ദേഹം റിപ്പോർട്ട് കോടതിക്ക് കൊടുക്കുന്നതോടൊപ്പം പത്രക്കാർക്കും കൊടുത്തിരിക്കുകയാണ്. പത്രക്കാരിന് കൊടുത്തു കൊണ്ടുവന്നപ്പോ തന്നെ ചെന്നിത്തല പറഞ്ഞു തുടങ്ങി 450 പേരുടെ മരണത്തിന് പിണറായി വിജയൻ ഉത്തരം പറയണം. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ ആളെ പറ്റിക്കാൻ വേണ്ടി രാഷ്ട്രീയം കളിക്കുകയാണ്. കോടതിയെ പോലും ഈ കാര്യത്തിൽ വഞ്ചിച്ചിരിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് തോന്നിയിരിക്കുന്നത്. കോടതി കൊടുത്തതല്ല റിപ്പോർട്ട്, മനസ്സിലായില്ലേ? അന്വേഷിക്കാൻ പറഞ്ഞു. അന്വേഷിക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് അന്തിമമൊന്നുമല്ല. അയാൾക്ക് തോന്നിയ വിവരക്കേട് എഴുതി കൊടുത്തിരിക്കുക. അത് അംഗീകരിക്കണോ വേണ്ടയോ ഇനി എന്ത് ചെയ്യണമെന്നൊക്കെ കോടതിയാണ് തീരുമാനിക്കണ്ടേ. പക്ഷെ അതിന്റെ കോടതിയെ കൊണ്ട് കോപ്പി കൊടുത്ത് പത്രക്കാർക്കും കൊടുത്തു. അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരാളാ. ആരാ? UPA ഗവൺമെന്റിലെ ഒരു കേന്ദ്ര ഗവൺമെന്റ് വക്കീലായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് അയാളവർക്ക് രാഷ്ട്രീയം കളിച്ചതാണ്. അതാണ് ബഹുമാനപ്പെട്ട കോടതിയെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. ഇതാണ് പ്രിയമുള്ളൊരു കോൺഗ്രസുകാരുടെ പണി. ഇതാണ്
വാർത്തയുടെ വിശദാംശങ്ങളുമായി സമീർ വഴങ്ങോട് ചേരുകയാണ്. സമീർ, തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഈ രീതിയിലൊരു അമിക്കസ് ക്യൂറി റിപ്പോർട്ട് പുറത്തുവിട്ടത് രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ള ആക്ഷേപം ശക്തമാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് വൈദ്യുതി മന്ത്രി എം മണിയുടെ പ്രതികരണം. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? രേഷ്മ, നൂറ്റാണ്ടിനിടയിലുള്ള ഏറ്റവും വലിയ പ്രളയത്തിനാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. ഓഗസ്റ്റിലുണ്ടായ ഈ പ്രളയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള കുഴലത്തം സൃഷ്ടിക്കുകയും വലിയ രീതിയിലുള്ള വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് എന്ന് തന്നെയാണ് മന്ത്രി പറയുന്നത്. പ്രത്യേകിച്ചും അണക്കെട്ട് തുറന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രളയം ഉണ്ടായത് എന്നാണ് അമിക്കസ് ക്യൂറി ആരോപിക്കുന്നത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മന്ത്രി ചോദിക്കുന്നുണ്ട്. ഒരു അണക്കെട്ടും ഇല്ലാത്ത ജില്ലകളിലും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്, മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്, ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്, മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത്തരം യാഥാർത്ഥ്യങ്ങളാണ് ഇത്തരം റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിക്കേണ്ടിയിരുന്നത്. എന്നാൽ അത്തരം കാര്യങ്ങളൊന്നുമല്ല ഇതിനകത്ത് ഉണ്ടായിട്ടുള്ളത്. അതുതന്നെ അതിനകത്ത് ഒരു രാഷ്ട്രീയ ഇടപെടൽ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കാഴ്ചപ്പാടോട് കൂടി തയ്യാറാക്കിയ റിപ്പോർട്ടാണ് എന്നത് വ്യക്തമാക്കുന്നുണ്ട് എന്ന് മന്ത്രി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത് കോടതിയിൽ സമർപ്പിക്കേണ്ട റിപ്പോർട്ടാണ്. കോടതിയിൽ സമർപ്പിക്കുന്നതിനൊപ്പം തന്നെ മാധ്യമങ്ങൾക്ക് നൽകുക കൂടിയാണ് അമിക്കസ് ക്യൂറി ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ UPA സർക്കാരിന്റെ കാലത്ത് കോൺഗ്രസിന്റെ അഭിഭാഷകനായി പ്രവർത്തിച്ചിരുന്ന വ്യക്തി കൂടിയാണ് ഈ അമിക്കസ് ക്യൂറി. അതുകൊണ്ട് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ, പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ ഇടത് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുകയും അതുവഴി രാഷ്ട്രീയ മുതലെടുപ്പിന് കളമൊരുക്കുകയും ചെയ്യുക എന്നുള്ള വ്യക്തമായ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നാണ് വൈദ്യുതി വകുപ്പ് മന്ത്രി എം മണി പറഞ്ഞു വെക്കുന്നത്. പ്രത്യേകിച്ചും അതിനുള്ള കാരണങ്ങൾ കൂടി മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും അമിക്കസ് ക്യൂറി ഇത്തരത്തിലുള്ള ഒരു ഇടപെടലല്ല നടത്തേണ്ടിയിരുന്നത്. പ്രത്യേകിച്ചും കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമങ്ങൾ അമിക്കസ് ക്യൂറി നടത്തുന്നു. അതിനെ ചുവടുപിടിച്ചുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള ശ്രമങ്ങളുമാണ് നടത്തുന്നത്. പക്ഷേ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് ജനങ്ങൾക്ക് അറിയാം എന്നും മന്ത്രി എം മണി പറഞ്ഞു. പ്രളയവുമായി ബന്ധപ്പെട്ട് അമിക്കസ് ക്യൂറി രാഷ്ട്രീയം കളിക്കുന്നുവെന്ന മന്ത്രി എം മണി റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് നൽകിയത് ഇതിന്റെ തെളിവാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. വിവരങ്ങളാണ് സമീർ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. പ്രശസ്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റും നടിയുമായ ആനന്ദവല്ലി അന്തരിച്ചു. 62 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മലയാളത്തിലെ മുൻനിര നായികമാർക്കടക്കം ഒട്ടനവധി പേർക്ക് ആനന്ദവല്ലി ശബ്ദം നൽകിയിട്ടുണ്ട്. മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമടക്കം നിരവധി അംഗീകാരങ്ങൾ ആനന്ദവല്ലിയെ തേടിയെത്തിയിട്ടുണ്ട്. ഏണിപ്പടികൾ എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്ത് അരങ്ങേറ്റം കുറിച്ച ആനന്ദവല്ലി 1974 ദേവി കന്യാകുമാരി എന്ന ചിത്രത്തിൽ രാജശ്രീക്ക് ശബ്ദം നൽകിയാണ് ഡബ്ബിംഗ് മേഖലയിലേക്ക് കടക്കുന്നത്. 1992 ആധാരം എന്ന സിനിമയിൽ ഗീതയ്ക്ക് നൽകിയ ശബ്ദത്തിന് സംസ്ഥാന അവാർഡ് ലഭിച്ചിരുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ എറണാകുളം പ്രത്യേക CBI കോടതിയിൽ പ്രാഥമിക വാദം ആരംഭിച്ചു. നടിയുടെ ഹർജിയും കേസിന്റെ പ്രത്യേക സ്വഭാവം പരിഗണിച്ച കോടതി രഹസ്യ വിചാരണയ്ക്കുള്ള അനുമതി നൽകി. അതേസമയം നടിയുടെ സ്വകാര്യതയെ ബാധിക്കാതെ രേഖകൾ പ്രതികൾക്ക് നൽകാമെന്ന് പ്രതികളുടെ ഹർജി പരിഗണിച്ച് കോടതി അറിയിച്ചു. പ്രതികൾക്കെതിരെ പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടിയ തെളിവുകളും കുറ്റങ്ങളും നിലനിൽക്കുമോ എന്നാണ് കോടതി പരിശോധിക്കുന്നത്. ഇതു സംബന്ധിച്ച പ്രോസിക്യൂഷന്റെയും പ്രതികളുടെയും വാദം കേട്ട ശേഷം കോടതി വിധിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ദിലീപിനെയും മറ്റു പ്രതികളെയും കുറ്റം ചുമത്തിയുള്ള വിചാരണ നടപടികൾ ആരംഭിക്കുന്നത്. ദിലീപ് ഒഴികെയുള്ള ബാക്കി എല്ലാ പ്രതികളും കൊച്ചിയിലെ പ്രത്യേക CBI കോടതിയിൽ ഇന്ന് നേരിട്ട് ഹാജരായിരുന്നു. കേസിൽ മറ്റു രേഖകൾ കിട്ടാനുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പ്രതികൾ സമർപ്പിച്ച ഹർജിയും കോടതി പരിഗണിച്ചു. നടിയുടെ സ്വകാര്യതയെ ബാധിക്കാത്ത കേസ് രേഖകൾ പ്രതികൾക്ക് നൽകുന്നതിൽ തടസ്സമില്ലെന്ന് കോടതി വ്യക്തമാക്കി. കേസിലെ പ്രധാന തെളിവുകളായ മെഡിക്കൽ റിപ്പോർട്ടും ദൃശ്യങ്ങളും ആവശ്യപ്പെട്ട് ദിലീപ് നൽകിയ ഹർജി അടുത്ത മാസം 1 പരിഗണിക്കാൻ സുപ്രീം കോടതി മാറ്റിവെച്ചിരുന്നു. എന്നാൽ ഈ സുപ്രധാന രേഖകൾ നടിയുടെ സ്വകാര്യതയെ ബാധിക്കുന്നവയാണ് എന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. ഹർജി പരിഗണിക്കുന്നതുവരെ ദിലീപിനെതിരെ കുറ്റം ചാർത്തരുതെന്ന പ്രതിഭാഗത്തിന്റെ ആവശ്യം പ്രോസിക്യൂഷൻ എതിർത്തു. ഹർജി സംബന്ധിച്ച സുപ്രീം കോടതിയിലെ നടപടികളുടെയും കുറ്റപത്രത്തിലെ പ്രാഥമിക വാദത്തെയും അടിസ്ഥാനമാക്കിയാകും വിചാരണ തുടങ്ങുന്ന തീയതി കോടതി തീരുമാനിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പാകിസ്ഥാന്റെ F-16 വിമാനം തകർത്തെന്ന ഇന്ത്യയുടെ വാദം തള്ളി അമേരിക്കൻ സൈനിക വൃത്തങ്ങൾ. പാകിസ്ഥാന് നൽകിയ വിമാനങ്ങളുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടില്ലെന്ന് US പ്രതിരോധ വൃത്തങ്ങൾ പരിശോധിച്ച് സ്ഥിരീകരിച്ചത് അമേരിക്കൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. പുൽവാമ ആക്രമണത്തെ തുടർന്ന് രൂക്ഷമായ ഇന്ത്യ പാക് സംഘർഷ സമയത്ത് അതിർത്തി കടക്കാൻ ശ്രമിച്ച പാകിസ്ഥാൻ വിമാനത്തെ തകർത്തെന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയത്. അമേരിക്കൻ നിർമ്മിത F-16 വിമാനത്തിൽ ഉപയോഗിക്കുന്ന അമ്രാം മിസൈൽ അവശിഷ്ടങ്ങൾ ഇന്ത്യ പ്രദർശിപ്പിക്കുകയും ചെയ്തു. എന്നാൽ F-16 വിമാനം തകർന്നിട്ടില്ലെന്ന് US സൈനിക വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. മറ്റൊരു രാജ്യത്തിന് നേരെ ഉപയോഗിക്കരുതെന്ന ഉപാധികളോടെ നൽകിയ F-16 വിമാനങ്ങളെല്ലാം പാകിസ്ഥാന്റെ പക്കലുണ്ടെന്ന് US പ്രതിരോധ വിഭാഗം അറിയിച്ചെന്ന് അമേരിക്കൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. വിമാനം വെടിവെച്ചിട്ടെന്ന ഇന്ത്യൻ അവകാശവാദത്തിനു പിന്നാലെ പാകിസ്ഥാൻ അമേരിക്കയെ വിമാനം പരിശോധിക്കാൻ ക്ഷണിച്ചിരുന്നു.
പാകിസ്ഥാനിലെത്തി F-16 വിമാനങ്ങൾ അമേരിക്ക എണ്ണി തിട്ടപ്പെടുത്തിയെന്നാണ് അമേരിക്കൻ മാധ്യമത്തിന്റെ റിപ്പോർട്ട്. MiG-21 ഉപയോഗിച്ച് അഭിനന്ദൻ വർത്തമാനാണ് പാകിസ്ഥാൻ വിമാനം തകർത്തത്. പാക് അതിർത്തിക്കുള്ളിൽ വിമാനം വീഴുന്നതിന് സാക്ഷികളുണ്ട്. ഇലക്ട്രോണിക് അവശിഷ്ടങ്ങൾ ഇന്ത്യ കണ്ടെടുത്തെന്നും വിദേശകാര്യ മന്ത്രാലയം അന്ന് പറഞ്ഞിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. തെരഞ്ഞെടുപ്പ് ബോണ്ടിനെതിരായ ഹർജികൾ പരിഗണിക്കുന്നത് സുപ്രീം കോടതി ഏപ്രിൽ 10 മാറ്റി. നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പ് ബോണ്ട് സമ്പ്രദായത്തിനെതിരെ CPIM ഉൾപ്പെടെ വിവിധ സംഘടനകളാണ് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നത്. ഏപ്രിൽ 10 കേസിൽ വിശദമായി വാദം കേൾക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിട്ടു. കേന്ദ്ര ഭരണകക്ഷിക്ക് കോർപ്പറേറ്റ് ഫണ്ട് ലഭിക്കുന്നതിനുള്ള മാർഗമാണ് നിലവിലെ തെരഞ്ഞെടുപ്പ് ബോണ്ട് സമ്പ്രദായമെന്നാണ് CPI അടക്കമുള്ളവരുടെ വാദം. നിലവിലെ സംവിധാനം മാറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മേൽനോട്ടത്തിൽ ഫണ്ട് സമാഹരിച്ച് തെരഞ്ഞെടുപ്പ് ഫണ്ടിംഗ് നടത്തണമെന്നാണ് CPIMന്റെ ആവശ്യം. നാഷണൽ ഹെറാൾഡ് പത്രം പ്രവർത്തിക്കുന്ന ദില്ലിയിലെ കെട്ടിടം ഒഴിയണമെന്ന വിധി സുപ്രീം കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തു. ഫെബ്രുവരി 28 ദില്ലി ഹൈക്കോടതി വിധിക്കെതിരെ നാഷണൽ ഹെറാൾഡ് ഹൌസ് പാട്ടത്തിനെടുത്ത അസോസിയേറ്റഡ് ജേർണൽ ലിമിറ്റഡാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് നഗരവികസന മന്ത്രാലയത്തിന് നോട്ടീസ് അയച്ചു. പാട്ടക്കരാർ വ്യവസ്ഥകൾ ലംഘിച്ചെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അസോസിയേറ്റഡ് ജേർണലിനോട് കെട്ടിടമൊഴിയാൻ അധികൃതർ ആവശ്യപ്പെട്ടത്. ഇതിനെതിരെ ദില്ലി ഹൈക്കോടതിയെ സമീപിച്ച കോൺഗ്രസിന് തിരിച്ചടി ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അസോസിയേറ്റഡ് ജേർണൽ ലിമിറ്റഡ് സുപ്രീം കോടതിയിൽ എത്തിയത്. PM നരേന്ദ്രമോദി സിനിമയുടെ റിലീസ് തടയണമെന്ന ആവശ്യം അടിയന്തരമായി പരിഗണിക്കാനാകില്ലെന്ന് സുപ്രീം കോടതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ചിത്രമാണ് PM നരേന്ദ്രമോദി. ചിത്രം ഇപ്പോൾ റിലീസ് ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് നടപടികളെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി വിഷയം ഇന്ന് കോടതിയുടെ മുൻപാകെ മെൻഷൻ ചെയ്യുകയായിരുന്നു ഹർജിക്കാർ. ഈ മാസം 12-നാണ് സിനിമയുടെ റിലീസിംഗ് തീരുമാനിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ റിലീസ് തടയണമെന്നാവശ്യപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവ് അമൻ പൻവറാണ് സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്.